ഹായ് നമസ്കാരം. 3.2 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 500 മീറ്റർ മാത്രമാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് 1.5 കിലോമീറ്റർ, കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ 2.5 കിലോമീറ്റർ, ഇൻഫോ പാർക്ക് 8 കിലോമീറ്റർ, ആലുവ 8 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വല്യപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടംപററി ഡിസൈൻ്റെയും ട്രഡീഷണൽ ഡിസൈൻ്റെയും എലമെൻറ്റുകൾ ചേർന്ന് ഒരു മോഡേൺ ഡിസൈനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എ ടൈപ്പ് സ്ട്രക്ചറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ എ ടൈപ്പ് സ്ട്രക്ചറിൻ്റെ അടിയിലായി ടെറാക്കോട്ട ഡിസൈനും ഇപ്പുറത്തെ വശത്തായി സ്ക്വയർ ട്യൂബ് ഡിസൈനും നൽകിയിരിക്കുന്നു. എ ടൈപ്പ് സ്ട്രക്ചറിൻ്റെ അടിയിലായി 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. അവിടെ ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണിയുടെ മുകളിലായി ലൂവർ ഡിസൈനും നൽകിയിരിക്കുന്നു. ബാൽക്കണിയുടെ അടിയിലായിട്ടാണ് കാർ പോർച്ച് വരുന്നത്. ഈ വീടിൻ്റെ മുന്നിലായി കാണുന്നത് ഈ കാണുന്ന 5 മീറ്റർ അടുത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ്. ഈ വീടിൻ്റെ മതിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ഗേറ്റ് വരുന്നത് സ്ലൈഡിങ്ങിലാണ്. ഇവിടെ HPL ഷീറ്റും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായി ഒരു ഫോൾഡിംഗ് ഗേറ്റും ലഭ്യമാണ്. നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ട് നോക്കാം. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ കാർ പോർച്ച് വരുന്നത്. കാർ പോർച്ചിൽ ഒരു വാഹനം പാർക്ക് ചെയ്യാം. മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് കടപ്പാക്കല്ലാണ്. ഇവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യാം. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. വീടിൻ്റെ പുറത്ത് വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ 2 സ്റ്റെപ്പ് നൽകിയിരിക്കുന്നു. നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇത്. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പില്ലർ നൽകിയിരിക്കുന്നു. പില്ലറിൽ ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. മുകളിലായി ഒരു സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത്. ഒറ്റപ്പാളിയുള്ള മെയിൻ ഡോറാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഹാൻഡിലും കൊടുത്തിരിക്കുന്നു. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസിലേക്കാണ്. ഗ്ലോസി ഫിനിഷുള്ള വൈറ്റ് കളർ വാട്ടിഫൈഡ് ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ പാനലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബോർഡർ വർക്കും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഓരോ വാളിലുള്ള 2 ജനലുകളും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ഇവിടെ ഒരു വാൾ പെയിൻറ്റിങ് നൽകിയിരിക്കുന്നു. ഇവിടെ ക്യൂരിയോ ഷെൽഫ്, താഴെയായി ബ്ലാക്ക് കളറിലുള്ള ഹാൻഡിലുള്ള സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. മുകളിലായി ഒരു ലെഡ്ജും കാണാം. മുകളിലായി ഫോൾ സീലിംഗ് വർക്കും നൽകിയിരിക്കുന്നു. ഇവിടെ പ്രൊഫൈൽ ലൈറ്റും നൽകിയിട്ടുണ്ട്. ലിവിംഗ് സ്പേസിനോട് തൊട്ടടുത്തായിട്ടാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിരിക്കുന്നു. ഇവിടെ നിഷ്, ഇവിടെ ക്യൂരിയോസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി LED ലൈറ്റും നൽകിയിരിക്കുന്നു. നല്ല വിശാലമായിട്ടുള്ള 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ. ഇവിടെ ഓരോ പാളിയുള്ള 2 ജനലുകൾ നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ടാണ് ഇൻവേർട്ടർ വെക്കാനുള്ള സൗകര്യം നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ വാഷ് കൗണ്ടർ ഇവിടെയാണ് വരുന്നത്. ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ വരുന്നത്. ഇവിടെ ടെക്സ്ചർ വർക്ക്, ഇവിടെ വാനിറ്റി കൗണ്ടർ നൽകിയിരിക്കുന്നു. മുകളിലായി നല്ല മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നു. ഡിസൈനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി LED ലൈറ്റും കൊടുത്തിരിക്കുന്നു. ഇവിടെ ക്രോക്കറി ഷെൽഫ് നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് 2 ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. വൈറ്റ് കളറിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ ബേസ് ക്യാബിനറ്റ്സ്, ഇവിടെ അപ്പർ ക്യാബിനറ്റ്സും നൽകിയിരിക്കുന്നു. പ്രൊഫൈൽ ഹാൻഡിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. ഇവിടെ 2 ടാപ്പും നൽകിയിരിക്കുന്നു. ഗ്ലോസി ടൈലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കിച്ചണിന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസും ലഭ്യമാണ്. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. വർക്ക് ഏരിയ സ്പേസ് കവേർഡാണ്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പും കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് 3 ഫേസ് ഇലക്ട്രിക് കണക്ഷനാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ബോക്സും കൊടുത്തിരിക്കുന്നു. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. 1ാമത്തെ ബെഡ്റൂമാണ് ഇത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 1ാമത്തെ ബെഡ്റൂം. ഇവിടെ 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ ഓരോ പാളിയുടെ 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്.
ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ള ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. എല്ലാ ഹാൻഡിലും ബ്ലാക്ക് കളറിലാണ് നൽകിയിട്ടുള്ളത്. നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള വാർഡ്രോബാണ് ഇത്. ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ കൂടി ലഭ്യമാണ്. ഡ്രസ്സിങ് ഏരിയയുടെ അടിയിലായി സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോർ വരുന്നത് ഫൈബറിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം. ഇവിടെ ഗ്ലോസി ഫിനിഷുള്ള പെബിൾസിൻ്റെ ഡിസൈനുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. അടിയിൽ മാറ്റ് ഫിനിഷുള്ള ടൈലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് നൽകിയിരിക്കുന്നു. സെൻട്രൽ ഭാഗത്തായി ഷവർ. ഇവിടെ വാഷ് ബേസിനും നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലാണ്. ഇവിടെ വുഡൻ ഡിസൈനുള്ള സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായി ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ 3 വാളിലുള്ള ഒരു ജനൽ നൽകിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു ജനൽ കൊടുത്തിരിക്കുന്നു. നമുക്കിനി അപ്പർ ലിവിങ് സ്പേസ് നോക്കാം. സ്റ്റെപ്പ് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ പർഗോളകൾ നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമുള്ള LED ലൈറ്റും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. മുകളിലായി ഒരു ലെഡ്ജും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി ഒരു വർക്കിംഗ് ടേബിളും ലഭ്യമാണ്. അടിയിൽ ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു. മുകളിലും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായി ക്യൂരിയോസ് ഷെൽഫ് നൽകിയിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത്, രണ്ടാമത്തെ ബെഡ്റൂമാണ് അത്. നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം നോക്കാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂം. ഇവിടെ ഓരോ വാളിലുള്ള 2 ജനലുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ വാൾ പെയിൻറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മോഡേൺ ഡിസൈനുള്ള 3 വാളി ജനലും കൊടുത്തിരിക്കുന്നു. ഇവിടെയും മനോഹരമുള്ള ഒരു വാർഡ്രോബും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോർ വരുന്നത് ഫൈബറിലാണ്. ഇവിടെ ഗ്ലോസി ടൈലും നൽകിയിരിക്കുന്നു. ഇവിടെ ക്ലോസറ്റ്, സെൻട്രൽ ഭാഗത്തായി ഷവർ. ഇവിടെ ഒരു വാഷ് ബേസിനും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ ഓരോ വാളിൻ്റെ 2 ജനലുകളും നൽകിയിരിക്കുന്നു. ഇവിടെ 3 വാളിൻ്റെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള വാർഡ്രോബും ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയും നൽകിയിരിക്കുന്നു. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ ഗ്ലോസി ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, സെൻട്രൽ ഭാഗത്തായി ഷവർ. ഇവിടെ ഒരു വാഷ് ബേസിനും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് നോക്കാം. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. കോൺക്രീറ്റിലാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ പോയിന്റ് നൽകിയിരിക്കുന്നു. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും നൽകിയിട്ടുണ്ട്. ഈ സ്റ്റെയർ ഏറിയാൽ ടെറസിലേക്ക് പോകാം. ഇതാണ് ബാൽക്കണി. നല്ല നീളത്തിലുള്ള ബാൽക്കണിയാണ് ഇത്. ഇവിടെ 3 വാളയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഗ്ലാസും നൽകിയിട്ടുണ്ട്. മുകളിലായി ലൂവർ ഡിസൈനും സിലിണ്ടറിക്കൽ ലൈറ്റും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായി സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈനും നൽകിയിരിക്കുന്നു. 3.2 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 500 മീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്ക് 8 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജ് 1.5 കിലോമീറ്റർ, കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ 2.5 കിലോമീറ്റർ, ഇൻഫോ പാർക്ക് 8 കിലോമീറ്റർ, ആലുവ 8 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം. ഈ വീടിൻ്റെ വില വയ്ക്കുന്നത് 75 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.